ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. തെഹ്റാൻ ഉൾപ്പെടെ 4 സ്ഥലങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കർമാൻ ഷാഹ്, തബ്രീസ്, ഇസ്ഫഹാൻ, കറച്ച്, ലോർസ്ഥാൻ എന്നിയിടങ്ങളിലാണ് അവിടെ ഇസ്രായേൽ അമേരിക്ക സംയുക്താക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണം ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഓഫീസിന് സമീപത്തും അവിടെ ആക്രമണമുണ്ടായി. ആയത്തുള്ള അലി ഖാംനിയെ പിന്നീട് അവിടെ സുരക്ഷിത സ്ഥാനത്തേക്ക് പിന്നീട് മാറ്റുകയുണ്ടായി. ആ ആക്രമണ സമയത്ത് അദ്ദേഹം അവിടെ ഓഫീസിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഒപ്പം ഇറാനിലെ മന്ത്രാലയങ്ങളെയും ആണവായുധ ഏജൻസികളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ വാർത്താ ശൃംഖലകൾ ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാതിരിക്കുന്നത് എന്നുള്ളതും കൂടി വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ലബനാനിലെ അതേ സമയത്ത് തന്നെ ഇറാനെ ആക്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിലേക്കും ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി എന്നുള്ളതാണ്. 2 ഇടത്ത് അവിടെ സ്ഫോടനം നടന്നു. ഇറാനിൽ 2 ഇടത്ത് സ്ഫോടനമുണ്ടായി എന്നാണ് ഇറാൻ ആദ്യം സ്ഥിരീകരിച്ചത്. പിന്നീട് അത് മാറ്റി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചു. ഇസ്രായേലിലെ പല നഗരങ്ങളിലും അപായ സൈറൻ ഇടവിട്ട് മുഴങ്ങുകയാണ് ഇപ്പോഴും. ഒപ്പം തന്നെ ഇസ്രായേൽ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അമേരിക്കയും ഇസ്രായേലും പറയുന്നു ഇനി ചർച്ചയ്ക്കുള്ള സാധ്യതയില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്ന്. ചർച്ചയ്ക്ക് ഇനിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇറാൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് കൂടുതൽ ആക്രമണം നടത്തുക എന്നുള്ളത് തന്നെയാകണം. അപ്പോഴും പൊടുന്നനെ എന്നോണം ഇറാന്റെ തിരിച്ചടിയും നമ്മൾ കാണുകയാണ്. തെഹ്റാനിലെ ആക്രമണത്തിന് തിരിച്ചടി എന്നോണം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ നേരെ ഇസ്രായേൽ വ്യോമാതിർത്തി ലംഘിച്ച് അവിടേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. ഇസ്രായേലിലെ ജനതയോട് അവിടെയുള്ള ഭരണകൂടം പറയുന്നു ബങ്കറിൽ തുടരണം, പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളത് അവിടെയും ഇസ്രായേലിലും നൽകുകയാണ്. എന്തായാലും ട്രംപിന്റെ വാക്കുകൾ കൂടി വളരെ പെട്ടെന്ന് ഇറാനെ നിലംപരിശാക്കും ഞങ്ങൾ എന്ന് ട്രംപ് പറയുകയാണ്. ഇറാനെ നിലംപരിശാക്കുക, അവിടെ കീഴടങ്ങിയിട്ടില്ലെങ്കിൽ, അവിടെയുള്ള നേതാക്കൾ കീഴടങ്ങിയിട്ടില്ലെങ്കിൽ മരണമാണ് നിങ്ങൾക്കുള്ള വിധി എന്ന് ട്രംപ് പറയുകയാണ്. ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഓക്കെ, ബി കെ സുഹൈൽ ഒരിക്കൽ കൂടി എനിക്കൊപ്പം ചേരുന്നു. സുഹൈൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഹോർമുസ് കടലിടുക്ക് നമുക്കറിയാം തന്ത്രപ്രധാനമാണ്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളുമായി നിരന്തരം വ്യാപാര ബന്ധങ്ങൾ നടത്തുന്ന ഒരിടമാണ്. അത് കൊട്ടിയടയ്ക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളിടത്താണ് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാവുക. അപ്പോൾ ഇറാന്റെ നീക്കം അങ്ങനെ അത് കൊട്ടിയടച്ച് ഗൾഫ് രാജ്യങ്ങളെ കൂടി ചർച്ചകളിലേക്ക് കൊണ്ടുവരിക, നിലവിലെ സാഹചര്യത്തിലേക്ക് മാറ്റം കൊണ്ടുവരിക എന്നൊരു ഇറാൻ അങ്ങനെ ഒരു ആശയം കൂടി ഉണ്ടാകുമല്ലോ സാധാരണഗതിയിൽ. മഹേഷ്, തീർച്ചയായും ഒന്നാമത്തെ അറ്റാക്ക് ഇസ്രായേലിന് നേരെയായിരിക്കും. രണ്ടാമത്തേത് ഈ GCC രാഷ്ട്രങ്ങളിലെ US ബേസുകൾക്ക് നേരെയായിരിക്കും. മൂന്നാമത്തെ ഒരു ആയുധം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് അടക്കുക എന്നുള്ളതായിരിക്കും. ഹോർമുസ് കടലിടുക്ക് നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യാപാര പാതകൾ ഒന്നിലെ പ്രധാനപ്പെട്ട ഇടമാണ്. പ്രത്യേകിച്ചും ഈ എണ്ണ വ്യാപാരത്തിലെ പ്രധാന കേന്ദ്രമാണ്. അത് അടക്കുന്നതോടുകൂടി ലോക സാമ്പത്തിക രംഗത്ത് ഞെട്ടിക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്കും ഇറാൻ കടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുക, കഴിഞ്ഞ ഒരു 5 ദശകത്തോളമായി അമേരിക്കയുമായി മുഖാമുഖം ഏറ്റുമുട്ടുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും US തമ്മിലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. അന്നത്തെ ഷാ ഭരണകൂടം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കാല് നക്കിയായിരുന്നു എന്നുള്ളതായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവിധ സംവിധാനങ്ങളും ഇസ്രായേലിനു വേണ്ടി തുറന്നിട്ട് കൊടുത്ത ഒരു രാജ്യമായിരുന്നു ഇറാനെങ്കിൽ അതിനെതിരെയുള്ള ജനരോഷമാണ് പിന്നീട് 1970കളിൽ വലിയ വിപ്ലവമായി കടന്നു വരുന്നത്. ആ വിപ്ലവാനന്തരം അവിടെ ഒരു ഷിയ ഭരണകൂടം ഉണ്ടാകുന്നു. ആ ഭരണകൂടം അന്നത്തെ ഇസ്രായേലിനോടും അതേപോലെ തന്നെ US ഭരണകൂടത്തോടും വലിയ ആക്രമണത്തിലൂടെ അവിടെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. US എംബസിയിൽ US ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്ന ദിവസങ്ങളോളം അതിൻ്റെ നേരസാക്ഷ്യം ലോകം കണ്ടു. പിന്നീട് അതിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു സൈനിക സന്നാഹം നടത്തി ഇങ്ങോട്ട് വരുമ്പോഴും അത് പരാജയപ്പെടുന്ന നാണം കെട്ട കാഴ്ച അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇതേവരെ ഇറാന് മുമ്പിൽ നാണം കെട്ടതുപോലെ ഒരു ഭരണകൂടത്തിന് മുമ്പിലും US ഭരണകൂടം നാണം കെട്ടിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള ചരിത്രം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുക, അതിന് പകരം വീട്ടുക എന്നുള്ളത് അമേരിക്കയുടെയും അതിനേക്കാൾ കൂടുതൽ ഇസ്രായേലിൻ്റെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. നിലവിലുള്ള ഷിയ ഭരണകൂടത്തെ അവിടെ നിന്ന് മാറ്റുക, കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിൽ അവർക്കുണ്ടായിട്ടുള്ള നാണക്കേടിന് പകരം വീട്ടുക എന്നുള്ളത്, അതിനുവേണ്ടിയുള്ള
അവസരം കാത്തിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇപ്പോൾ അതിന് പറ്റാവുന്ന ഒരു സമയമാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിയുന്നുണ്ട്. നമുക്കറിയാം, ഈ ചർച്ചകൾക്കെല്ലാം മുമ്പുണ്ടായത് ആദ്യഘട്ടത്തിൽ ഒരു കലാപമാണ്, ഭരണകൂടത്തിനെതിരെയുള്ള വലിയ കലാപം. അതിൽ എല്ലാ വിഭാഗങ്ങളും പങ്കെടുത്തു എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഷ്യം. യഥാർത്ഥത്തിൽ അത് സിഐയുടെയും മൊസാദിൻ്റെയും ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് ഇറാൻ വിശദീകരിക്കുന്നത്. നിലവിലുള്ള ഈ ഭരണകൂടത്തെ മാറ്റി അവിടെ മറ്റൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇസ്രായേലും അമേരിക്കയും കാലങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം ഈ മേഖലയിൽ പശ്ചിമേഷ്യ നോക്കുകയാണെങ്കിൽ, പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പെടേണ്ട ഒരേ ഒരു രാജ്യം അത് ഇറാൻ മാത്രമാണ്. എന്ന് മാത്രമല്ല, ചുറ്റുമുള്ള സംഘടനകൾ നോക്കുകയാണെങ്കിൽ അത് ഹൂത്തികളാവട്ടെ, ഹിസ്ബുള്ളയാവട്ടെ, ഹമാസ് ആവട്ടെ, അതിനെ മുഴുവനും തീറ്റിപ്പോറ്റുന്നത് ഇറാനാണ് എന്നുള്ളതാണ് ഇസ്രായേൽ ആരോപിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ നിലവിലുള്ള ഭരണകൂടത്തെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായി ഇസ്രായേലിന് ഇനിയുള്ള എല്ലാ അജണ്ടകളും നടപ്പിലാക്കാം. പശ്ചിമേഷ്യയിലെ അവർക്ക് ഗ്രേറ്റർ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ മുഴുവനും നടപ്പിലാക്കാൻ ഇറാൻ എന്നൊരു ഭീഷണി മാത്രമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ് ഇസ്രായേൽ കാലങ്ങളായി പറയുന്നത്. അപ്പോൾ തൊട്ടുമുമ്പ് 10 മിനിറ്റ് മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത്. നമ്മുടെ ത്രട്ടിനെ, ഭീഷണിയെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഈ ആക്രമണം നടത്തിയതെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹു ചെയ്യുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ഈ ജനതയ്ക്ക്, ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ ഹിതം നടപ്പിലാക്കാനുള്ള ഒരു അവസരം കൂടി വരികയാണ്. സ്വാഭാവികമായും അവിടെയുള്ള ഭരണമാറ്റത്തെ തന്നെയാണ് നെതന്യാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശം വന്നു, അതേപോലെ തന്നെ നെതന്യാഹുവിൻ്റെ സന്ദേശവും വരുന്നു. രണ്ടുപേരും പറയുന്നത് ഒരേ ലക്ഷ്യമാണ്. അവർ വ്യംഗ്യമായി പറയുന്നത് ഷിയ ഭരണകൂടത്തെ, അവിടെയുള്ള നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കുക, മറ്റൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് അത്ര വേഗത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ്. ലോകത്തുള്ള പല ഭരണകൂടങ്ങളും അമേരിക്കക്കും ഇസ്രായേലിന് മുമ്പിലും മുട്ടുമടക്കിപ്പോയ സന്ദർഭത്തിലും ധീരതയോടുകൂടി അതിനെ നേരിട്ട ഒരു ചരിത്രമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇറാന്റെ സൈനിക ശേഷി എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ ഉപരോധത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാനുള്ളത്. അമേരിക്കയും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവനും ഇറാനെ ഇട്ട് ഞെരുക്കി സാമ്പത്തികമായി വലിയ തകർച്ചയിലേക്ക് കൊണ്ടുപോയപ്പോഴും അവരുടെ ആണവശാസ്ത്രജ്ഞരെ ഓരോരുത്തരായി കൊല ചെയ്ത സന്ദർഭത്തിലും പുതിയ ആണവശാസ്ത്രജ്ഞർ ഉയർന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ പ്രതിരോധത്തിനിടയിൽ, ആ വലിയ ഉപരോധങ്ങൾക്കിടയിലും വലിയ സൈനികമായിട്ടുള്ള ശേഷി കൂട്ടുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ അമേരിക്കയോടും പാശ്ചാത്യ ലോകത്തോടും മുഖാമുഖം നിന്ന് പൊരുതുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ അങ്ങനെ ആഴ്ചകൾക്കുള്ളിൽ കീഴടക്കാമെന്ന പെന്റഗന്റെ റിപ്പോർട്ട്, അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഇറാനിൽ വിവിധയിടങ്ങളിൽ ഈ ആക്രമണം നടന്ന തൊട്ടുടനെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ കടന്നുപോയി. എത്രയോ രാജ്യങ്ങൾക്ക് മുമ്പ് 2000-ഓളം കിലോമീറ്ററുകൾ കടന്നിട്ട് വേണം ഇസ്രായേലിലേക്ക് ഈ ഒരു മിസൈൽ എത്തണമെങ്കിൽ. അത് അവിടെ ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. നോർത്തേൺ ഇസ്രായേലിലെ പല നഗരങ്ങളിലേക്കും ഇപ്പോൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വരികയാണ്, സൈറനുകൾ മുഴങ്ങുകയാണ്. ആ രാജ്യത്ത് മുഴുവനും ഇപ്പോൾ വീണ്ടും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. സാധാരണ ജനങ്ങളോട് ബങ്കറുകളിൽ പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ പ്രാദേശിക സമയം 8:10 ഇന്ന് ഇറാനിൽ ആദ്യത്തെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ തന്നെ അവിടേക്കൊരു തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ 5000-ഓളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, അതിൽ 500 അതീവ മാരക ശേഷിയുള്ള മിസൈലുകളാണ്. ആ മിസൈലുകളെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 50ഓളം വർഷം അവർ പൊരുതി നിന്നിട്ടുള്ള ഈ പോരാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരിക്കലും അവർ പിന്മാറാൻ തയ്യാറാവില്ല. അവർക്കൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇറാൻ എന്ന് പറയുന്നത്, ഇറാനിലെ ഷിയ ഭരണകൂടം എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായി പശ്ചിമേഷ്യയിൽ അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും പടപൊരുതാൻ വേണ്ടിയുള്ള അവശേഷിക്കുന്ന തുരുത്താണ് എന്നവർക്കറിയാം. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ തോൽപ്പിക്കുക, ഒരു ഫലസ്തീൻ ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നെല്ലാം പറയുന്നത് അവരുടെ ആത്യന്തികമായ അടിയാധാരത്തിൽ എഴുതി വെച്ചിട്ടുള്ളൊരു ഭരണകൂടമാണ് ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇറാനിലെ താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും ഫലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി പൊരുതുക, ഇസ്രായേലിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നെല്ലാം പറയുന്നത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ ബി കെ സുഹൈലിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, കൂടുതൽ സംഘർഷം വ്യാപിക്കുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. യമനിലെ ഹൂത്തികൾ ചെങ്കടലിൽ അവരുടെ ആക്രമണം പുനരാരംഭിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. ഒരുപക്ഷെ കൂടുതൽ സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നു എന്നതിൻ്റെ സൂചനകളായി നമുക്കതിനെ കാണാം. ബെന്യാമിൻ നെതന്യാഹു അല്പസമയം മുൻപ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അവിടെ ജനങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അവിടെ
അദ്ദേഹം പറഞ്ഞത് ഇറാനിലെ ഭരണമാറ്റത്തിന് പറ്റിയ സമയമാണ്, അതിനുള്ള കളം ഞങ്ങൾ ഒരുക്കുന്നു എന്നതിന് സഹായം എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഓക്കെ.